മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ CMRL-നെതിരെ വെള്ളിയാഴ്ച വരെ തുടർ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. പിണറായി വിജയന്റെ മകൾ ടി വീണയടക്കം മറ്റു പ്രതികൾക്കെതിരെ തുടർ നടപടിയാകാമെന്നും ഹൈക്കോടതി അറിയിച്ചു. കേസിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ CMRL ഹർജി വെള്ളിയാഴ്ച വിധി പറയാനായി മാറ്റി. രാഷ്ട്രീയ പ്രസക്തിയേറിയ കേസിൽ കോടതിയിൽ നടന്നത് 3 മണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദം. രാവിലെ പരിഗണിച്ചയുടൻ കേസിൽ അടിയന്തര സ്റ്റേ നൽകുന്നില്ലെന്ന് കോടതി അറിയിച്ചു. തുടർന്ന് ഇരുഭാഗവും വിശദവാദത്തിന് തയ്യാറാകുകയായിരുന്നു. ED അന്വേഷണം അധികാരപരിധി മറികടന്നുള്ളതാണെന്നാണ് CMRL-നു വേണ്ടി ഹാജരായ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര വാദിച്ചത്. തെളിവ് ശേഖരണത്തിനായി സമൻസ് അയക്കാൻ EDക്ക് കഴിയില്ല. ഷെഡ്യൂൾഡ് കുറ്റകൃത്യം അന്വേഷിക്കാൻ EDക്ക് നിയമാധികാരമില്ല. എന്താണ് കുറ്റകൃത്യം എന്നതിൽ പോലും വ്യക്തതയില്ലെന്നും CMRL വാദിച്ചു. എന്നാൽ മറ്റ് ഏജൻസികൾ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന കാര്യം തങ്ങൾ നോക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ED വാദം. തെളിവ് ശേഖരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ED കോടതിയെ അറിയിച്ചു. കേസിൽ CMRL-നൊപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയും പ്രതിയാണെങ്കിലും കരിമണൽ കമ്പനിയുടെ ഹർജി മാത്രമാണ് കോടതിക്ക് മുമ്പാകെയുള്ളത്. മീഡിയ 1 കൊച്ചി.